വീണ പൂക്കൾ ഇഷ്ടമാണോ? പൂക്കൾ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? എങ്കിൽ പൂക്കൾ ഇഷ്ടമുള്ള എല്ലാവരും പാലക്കാട്ടേക്ക് വിട്ടോ എന്നാണ് അരുൺ ആലത്തൂർ പറയുന്നത്. സഞ്ചാരികൾക്ക് കണ്ണിനും മനസ്സിനും കുളിർമയേകി പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിൽ പുഷ്പമേള ആരംഭിച്ചു. 1.5 ലക്ഷത്തിലേറെ പൂച്ചെടികളാണ് പുഷ്പമേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും മലമ്പുഴ ജലസേചന വകുപ്പും ചേർന്നാണ് ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. നക്ഷത്രം പോലെ തിളങ്ങുന്ന ആസ്റ്റർ, ഇല കാണാനാവാത്ത വിധം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന വിങ്ക, മഞ്ഞ, വെള്ള, ഓറഞ്ച് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികൾ, നിറങ്ങളുടെ വൈവിധ്യം തീർത്ത് പെറ്റൂണിയ, ചുവപ്പും വയലറ്റും സ്വർണ്ണ നിറത്തിലുമുള്ള സാൽവിയ തുടങ്ങി ആരുടെയും മനം കവരുന്ന 1.5 ലക്ഷത്തോളം പൂക്കളാണ് മലമ്പുഴ ഉദ്യാനത്തിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ജലസേചന വകുപ്പും സംയുക്തമായാണ് പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയും മാതൃകകളും പുഷ്പമേളയിലെ മുഖ്യ ആകർഷണമാണ്. മേള ആരംഭിച്ച ആദ്യ ദിനം തന്നെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെല്ലാം ധാരാളം ആളുകളാണ് മലമ്പുഴയിലേക്ക് എത്തിയത്. ഞങ്ങള് കോഴിക്കോട് നിന്ന് ഫ്ലവർ ഷോ കാണാനായിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ തൊട്ടടുത്ത് വയനാട്ടിലുണ്ടായിരുന്നു പൂപ്പലി, പക്ഷെ ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയില്ല. അപ്പം ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇവിടെ ഫ്ലവർ ഷോ ഉണ്ടെന്ന് ഹാപ്പി. അടിപൊളി. ചെട്ടിപ്പൂവാണ് ഏറ്റവും ഇഷ്ടമായത്. തമിഴ്നാട്ടിൽ മധുരയിൽ നിന്നാണ്. എല്ലാം കണ്ട് വളരെ മനോഹരമാണ്. പൂവെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഒത്തിരി വ്യത്യാസങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വളരെ മനോഹരമാണ് പൂക്കളൊക്കെയാണ്. எனக்கு கோயம்புத்தூர்லேருந்து வந்திருக்கு. இது ஃப்ளவர் ஷோ போட்டிருக்கு. ஸோ இது பார்க்குறதுக்கு நல்லாயிருக்கு. വെറൈറ്റീസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഫ്ലവർ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ കോയമ്പത്തൂരിலேருந்து ഒരുപാട് மக்கள் இங்கே வந்திருக்கு. சாட்டிஸ்ஃபை ആണ്, வெரி குட். இந்த மாதிரி இன்னும் கூட நிறைய அரேஞ்ச் செஞ்சால் நல்லாயிருக்கும். சூப்பராக இருக்கு. ഫ്ലവേഴ്സ്லாம் பார்த்தேன். മേളയോടനുബന്ധിച്ച് ദിവസവും കലാ സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 22-നാണ് മേള സമാപിക്കുക. സ്വദേശിയും വിദേശിയുമായ ഈ പുഷ്പങ്ങൾ ആരുടെയും മനം കവരുന്നതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ മലമ്പുഴയിലേക്ക് വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ വലിയ ഒഴുക്ക് തന്നെ ഉണ്ടാവാനാണ് സാധ്യത. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.